ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 20 മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിലെ ഒരു 5-6 ക്വസ്റ്റ്യൻസിലെ 4 തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കി 2 ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ്. 5 മാർക്കിനും അതുപോലെ തന്നെ 4 മാർക്കിനും നമുക്ക് ഷുവറായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. FS കുട്ടികൾക്ക് മേ ബി 5 മാർക്സ് ആവാം, കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്ക് 4 മാർക്കിനാവാം. അപ്പോൾ ആ 2 പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് മിസ് ചെയ്തതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളത്തെ എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഫൈനൽ എക്സാമിന് മുന്നേ ആയിട്ട് ഒരു 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കൊമേഴ്സ് മെയിൻ കോർ സബ്ജക്റ്റുകളായ ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മിസ്സിനൊന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസും എല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 2 പ്രോബ്ലം ആണ് നമുക്ക് ഷുവറായിട്ട് നമുക്കൊരു 4 മാർക്കിനും 5 മാർക്കിനും സെപ്പറേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 2 പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ ആണ്. അത് 2 മെത്തേഡിൽ വരാം. അതിൽ ഏത് മെത്തേഡാണ് നമുക്ക് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. 2 മെത്തേഡാണ് മെയിനായിട്ട് നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഒരു റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ. അവിടെ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ഡിസംബർ എക്സാമിൽ, കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു റിവാലുവേഷൻ അക്കൗണ്ട് 5 മാർക്കിന് ചോദിച്ചിരുന്നു AFS കുട്ടികൾക്ക്. അതേപോലെ ഒരു ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ ഓൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴി ഒരു 4 മാർക്കിനും ചോദിച്ചിരുന്നു ബോത്ത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മിസ് 2 മെത്തേഡ് വഴിയും ഈ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു റിവാലുവേഷൻ അക്കൗണ്ട് പ്രോബ്ലം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആർ ഫോളോസ്. നമുക്കൊരു 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2005 20 35,000, 2006 30,000, 2007 27,500, 2008 25,000, 2009 20,000. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ എ ഫേം ഈസ് 5 lakh. നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട് 5 lakh ആണ്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ അറ്റ് 3 years ഓഫ് പർച്ചേസ് അറ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഈസ് 5%. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴി ഗുഡ് വിൽ കാണാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയാണ് വെച്ചെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൽ നമുക്കൊരു സൂപ്പർ പ്രോഫിറ്റ് അറിയണമല്ലോ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു, നമുക്ക് സൂപ്പർ പ്രോഫിറ്റും പഠിക്കണം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കതറിയാം അല്ലേ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ പ്രോഫിറ്റ് പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ ഇപ്പം തന്നെ ഇക്വേഷൻസ് പഠിക്കുക. നമുക്ക് തന്നിട്ടുണ്ടാവും നമ്പർ ഓഫ് ഇയേഴ്സ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദെൻ നമുക്കൊന്നുകൂടി വേണമല്ലോ, എന്താണ്? നോർമൽ പ്രോഫിറ്റ് വേണം അല്ലേ? നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതാണ് നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5% ആണെങ്കിൽ 5/100 അങ്ങനെയാണ് കേട്ടോ. ഈ 4 ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഈ മാർക്ക് സിമ്പിളായിട്ട് നേടാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഫിറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഫിറ്റുകളും തമ്മിൽ കൂട്ടുക. 35,000 പ്ലസ് 30,000 പ്ലസ് 27,500 പ്ലസ് 25,000 ആൻഡ് പ്ലസ് 20,000. നമ്മളതെല്ലാം കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 5. എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്? 5. ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത് 27,500 ആണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. നമ്മുടെ ആൻസർ കിട്ടി കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മിസ്സോടെ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണുള്ളൂ. നിങ്ങൾക്കിതൊക്കെ ഈസിയാണ്, നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വറീഡ് ആവേണ്ട ആവശ്യമില്ല. ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ നോർമൽ പ്രോഫിറ്റ് കിട്ടണം. നോർമൽ പ്രോഫിറ്റ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ചെയ്യണം. നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 5 lakh ആണ്. 5 lakh ഇൻറ്റു 5%. വേഗം നമ്മൾ ചെയ്യാം. 5 lakh ഇൻറ്റു 5%. ഈ 5% എന്ന് പറയുന്നത് 5/100 ആണ്. കുറേ കുട്ടികൾക്ക് ഇപ്പോഴും അത് സംശയം, പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിൽ 5 lakh ഇൻറ്റു 5%, 25,000 ആണ് ആൻസർ വരുന്നത്. ഇനി പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിൽ, പെർസെൻറ്റേജിൽ നിന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ 5/100 ചെയ്തോളൂ കേട്ടോ. എങ്ങനെ? 5 lakh ഇൻറ്റു 5/100 ഇങ്ങനെ ചെയ്തോളൂ. അതുവരെ കുറേ കുട്ടികൾക്ക് ഡൗട്ടാണ്. ദെൻ മൂന്നാമത്തതാണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ലെസ് ചെയ്യുക. ഏവറേജ് പ്രോഫിറ്റ് 27,500 ആണ്, മൈനസ് 25,000 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് സൂപ്പർ പ്രോഫിറ്റ് 2,500 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നാലാമത്തെ സ്റ്റെപ്പായിട്ട് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷനിൽ എന്തുണ്ട്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3 ആണ്. നമ്മുടെ ആൻസർ വരുന്നത് 7,500 ആണ്. ഓക്കെ, ഇത്രയും എളുപ്പമാണ്. നിങ്ങൾ ആ ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് പഠിച്ചാൽ മതി. ഇതിലെ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ഉണ്ടാവും. അല്ലാതെ ഏവറേജ് പ്രോഫിറ്റിൻ്റെ ഈ ഒരു 5 കൊണ്ട് ചെയ്യരുത്. അത് കുറേ കുട്ടികൾ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് എത്ര വർഷത്തിനാണോ തന്നിരിക്കുന്നത് അത് ഏവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് തന്നെ വേണം. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്, ഈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് തന്നിട്ടുള്ള ആ ഇയർ ആണ് നമ്മൾ ഗുഡ് വില്ല് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴി പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ 4 years ഓഫ് പർച്ചേസ് ഓൺ ആവറേജ് പ്രോഫിറ്റ് ഓൺ ലാസ്റ്റ് 5 years. ഇതെന്താണ്? ആവറേജ് പ്രോഫിറ്റ് വഴി കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ആവറേജ് പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് എളുപ്പമാണ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്? 1 2 3 4 5. ദെൻ എന്ത് നമ്മൾ കണ്ടുപിടിക്കുക? ഗുഡ് വില്ല്. ഇവിടെ 2 സ്റ്റെപ്പ് ഉള്ളൂ. സൂപ്പർ പ്രോഫിറ്റ് ആണ് വെച്ചെങ്കിൽ നമുക്ക് അവിടെ എത്ര സ്റ്റെപ്പ് വരുന്നുണ്ട്? നമുക്ക് 4 സ്റ്റെപ്പോളം വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ആണ് വെച്ചെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് ഉള്ളൂ. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ എല്ലാ പ്രോഫിറ്റും നമ്മൾ കൂട്ടുക. 40,000 പ്ലസ് 50,000 പ്ലസ് 60,000 പ്ലസ് ആൻഡ് 50,000, ഫൈനലി 30,000. ദെൻ ഡിവൈഡഡ് ബൈ 5 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 40,000 പ്ലസ് 50,000 പ്ലസ് 60,000 പ്ലസ് 50,000 പ്ലസ് ആൻഡ് 30,000. നമുക്ക് 2,30,000 ആണ് നമുക്ക് എമൗണ്ട് വരുന്നത്. നമുക്കിവിടെ ആൻസർ വരുന്നത് 46,000 ആണ്. ഇതിനെന്ത് ചെയ്യുക? ഗുഡ് വില്ല്. ഇത് നമുക്ക് 3 മാർക്കിലേക്കൊക്കെ ചിലപ്പോൾ പോവാട്ടോ, കാരണം ഇത്രയും എളുപ്പമാണ്. അപ്പോൾ ഇത് 5 മാർക്കിലേക്കൊന്നും പോയി കഴിഞ്ഞാൽ മുതലാവില്ല. സോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ആയിട്ട് 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും 3 മാർക്കൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടൻസിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് കണ്ടത് എന്താ പറയുക, ആവറേജ് പ്രോഫിറ്റും സൂപ്പർ പ്രോഫിറ്റും രണ്ടും ചോദിച്ചിട്ടുണ്ട്. അത് ക്രിസ്മസ് എക്സാമിനല്ല, നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യുമോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ 2 മെത്തേഡും പഠിക്കാം. ഇനി നമുക്ക് റിവാലുവേഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം.
ഓക്കെ, ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം. ഇത് കഴിഞ്ഞ വർഷം 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. AFS കുട്ടികൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 5 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. മിസ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി മോശമായപ്പോൾ അതിൽ നിന്ന് എഴുതിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് റിവാലുവേഷൻ്റെ പ്രോബ്ലം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്താണ് ABCR പാർട്ട്നേഴ്സ് ഇൻ ഷെയറിംഗ് പ്രോഫിറ്റ് 3:2:1. നമ്മൾ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കയ്യിൽ പിടിച്ചിരിക്കണം, നമുക്കിത് ആവശ്യമുണ്ട്. ദെൻ 31 മാർച്ചിൽ ബി റിട്ടയർ ചെയ്ത് പോവാണ്. ആ സമയത്ത് ക്യാഷ് 40,000, ബിൽഡിംഗ് 1,50,000 ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000, സ്റ്റോക്ക് 20,000, ഡെറ്റേഴ്സ് 50,000 ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് 30,000 തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ അഗ്രീഡ് ഓൺ ദ ഡേറ്റ്. ആ ഡേറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് മീൻസ് എമൗണ്ട് കൂടി. ദെൻ പ്ലാൻ ഡിപ്രീഷിയേറ്റഡ് കുറഞ്ഞു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിപ്രീഷിയേറ്റഡ് കുറഞ്ഞു. പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ്. എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി കൂടി. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 18,000. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് 20,000 ഉണ്ടായിരുന്നു, അത് 18,000 ആയി. എന്താ സംഭവിച്ചത്? വാല്യൂ അവിടെ കുറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് അറ്റ് 35,000. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 30,000 ഉണ്ടായിരുന്നു, അത് 35,000 ആയി. അപ്പോൾ എന്താണ് അവിടെ? വാല്യൂ കൂടി. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് മാത്രം ആവശ്യമുള്ളൂ. ഒരു റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഓൺലി ചേഞ്ചസ് ഇൻ അക്കൗണ്ട്. നമ്മളിപ്പോൾ നോർമലി ഒരു ഫോർമാറ്റ് ആണ് മിസ് പറയുന്നത്. ഒരു റിവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഓൺലി ചേഞ്ചസ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ ചേഞ്ചസ് ഇൻ എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുക. ഓൺലി ചേഞ്ചസ് ആണ്, അല്ലാതെ അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ വരുന്നില്ല. സോ ചേഞ്ചസ് ഇൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അസറ്റിൻ്റെ വാല്യൂ ചിലത് ഇൻക്രീസ് ചെയ്യാം, അസറ്റിൻ്റെ വാല്യൂ ചിലത് നമുക്ക് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ കൂടാം, അതുപോലെ തന്നെ കുറയാം. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ലൈബിലിറ്റി ബോത്ത്, അതായത് ലൈബിലിറ്റി അനുസരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അസറ്റിൻ്റെ വാല്യൂ കൂടാം. അപ്പോൾ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ലൈബിലിറ്റി ഇവിടെ ഇതാ ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുമ്പോൾ. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ, ലൈബിലിറ്റി കുറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഇനി അസറ്റിൻ്റെ കാര്യം എങ്ങനെയാണ് വരുന്നത്? അസറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, അസറ്റ് നമുക്ക് ഡിക്രീസ് ചെയ്യാം അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ, അതായത് ഇപ്പോൾ ബിൽഡിങ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് ഇവിടെയാണ് എഴുതേണ്ടത്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ നമ്മൾ എവിടെ എഴുതാം? ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചാൽ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ബാലൻസ് നമ്മളിത് ഈ അക്കൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുക? അവരുടെ റേഷ്യോയിൽ പിരിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് ഈസിയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് ആവശ്യം എന്താണ്? ഈ ഒരു സംഭവം മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ആദ്യം നോക്കാം. ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് 20%. ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ആയെന്ന് വെച്ചാൽ എമൗണ്ട് കൂടി 20% ആണ്. അപ്പോൾ ബിൽഡിംഗ് നമുക്കുള്ളത് 1,50,000 ആണ്. അപ്പോൾ 1,50,000ൻ്റെ 20%, അപ്പോൾ ഇൻറ്റു 20/100 നമുക്ക് 30,000 ആണ് എമൗണ്ട് വരിക. അപ്പോൾ 30,000 എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ്ഡ് എമൗണ്ട് മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. പ്രത്യേകം പറയാണ്, കുറേ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 1,50,000ൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്ത് വെക്കുക. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ എഴുതണ്ടേ? നമ്മളിത് ഈ സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളത് ഈ സൈഡിൽ വന്നിട്ട് ബിൽഡിംഗ് ഏതാണോ നമ്മുടെ ഇൻക്രീസ് ആയത് അത് എഴുതാം. ബിൽഡിംഗ് 30,000. ഇതെങ്ങനെ നമുക്ക് 30,000 കിട്ടിയത്? ആ ബിൽഡിങ്ങിൻ്റെ 1,50,000ൻ്റെ 20% നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് പ്ലാൻ ഡിപ്രീഷിയേറ്റഡ് ബൈ 10%. പ്ലാന്റ് നമുക്ക് 50,000 ആണ്, അതിൻ്റെ 10% നമ്മൾ 5,000 ആണ്, അത് ഡിപ്രീഷിയേറ്റഡ് ആണ്, കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റിൽ ചെയ്താൽ ടു പ്ലാന്റ് 5,000. എങ്ങനെ എമൗണ്ട് വന്നേ? 50,000 ഇൻറ്റു 10%. ഓക്കെ,
അടുത്തതാണ് പ്രൊവിഷൻ 5% ഈസ് ക്രിയേറ്റഡ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് എഴുതണം. നമ്മൾ ഡെറ്റേഴ്സിന്മേലാണ് 5% കാണുക. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടുമ്പോൾ നമ്മൾ 5% കണ്ടുകൊടുക്കുക. ഡെറ്റേഴ്സ് 50,000 ആണ് ഇൻറ്റു 5%. നമുക്ക് 2,500 ആണ് എമൗണ്ട് വരുന്നത്. 2,500 ചെയ്താൽ. ദെൻ അടുത്തതാണ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 18,000. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ നോക്കുക 20,000 ആണ്. അത് നമുക്ക് എത്ര 80,000 ആയി. അപ്പോൾ എന്താണ് വാല്യൂ കുറഞ്ഞു? എത്ര രൂപ കുറഞ്ഞു? നമുക്ക് 2,000 വാല്യൂ കുറഞ്ഞു. വാല്യൂ കുറഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് 2,000. ഇതെങ്ങനെ നമുക്ക് വന്നേ? 20,000 എന്നുള്ളത് 18,000. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വായിക്കണം. കുറഞ്ഞു കൂടി എന്നൊക്കെ പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് 35,000. ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ആയിരുന്നു. അത് എത്രയായി? 35,000 ആയി. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ അവിടെ കൂടി. സോ സ്റ്റോക്ക് ഈ സൈഡിലാണ് എഴുതുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 എമൗണ്ട് കൂടി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതി കണ്ട 5 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ എന്ത് കാണിച്ചു? ഇതിൽ നമ്മൾ എഴുതി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് ബാലൻസ് ചെയ്ത് എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുക? രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കൂടുതൽ നമ്മൾ നോർമൽ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നോക്കുക. ഇവിടെയാണ് കൂടുതൽ വരിക. കാരണം നമുക്ക് 30,000 ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ 30,000 പ്ലസ് 5,000 നമുക്ക് 35,000 കിട്ടും. രണ്ട് സൈഡിലും നമ്മൾ ആ 35,000 എഴുതുന്നു. മൈനസ് 5,000 ആൻഡ് മൈനസ് 2,500 ആൻഡ് മൈനസ് 2,000. നമുക്ക് ആൻസർ വരുന്നത് 25,500 ആണ്. ഇത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ വീതിച്ച് അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ABC. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:1 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ഏറ്റവും മേലെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3:2:1 ആണ് നമ്മുടെ റേഷ്യോ കേട്ടോ. 3:2:1. നമ്മൾ എന്ത് കൊടുക്കുക? ഈ 25,000 ഫസ്റ്റത്തെ ആൾക്ക് കൊടുക്കുക ഇൻറ്റു 3/6. അപ്പം നമുക്ക് 12750 കിട്ടും ഒരാൾക്ക്. അടുത്ത ആൾക്ക് നമ്മൾ വിരിച്ചു കൊടുക്കുക ഇൻറ്റു 2/6 8,500 ആണ്. ദെൻ അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കുക ഇൻറ്റു 1/6 4250 ആണ്. ഇത്രയാണ് ഈ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം. ഇത് 5 മാർക്കിനുള്ളതൊന്നും ഇല്ല ആക്ച്വലി. കാരണം എന്താ? ഇൻക്രീസ് ചെയ്യുന്നത് മാത്രം. ക്വസ്റ്റ്യൻ വലുതും ആൻസർ ചെറുതാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ചേഞ്ചസ് മാത്രം എഴുതുക. ഇതിൽ അസിൻ്റെ വാല്യൂ കൂടിയാൽ ഇവിടെ കുറഞ്ഞാൽ ഇവിടെ. അസിൻ്റെ വാല്യൂ കൂടിയാൽ ഇവിടെ കുറഞ്ഞാൽ ഇവിടെ. ദെൻ ലയബിലിറ്റിയുടെ വാല്യൂ കൂടിയാൽ ഇവിടെ കുറഞ്ഞാൽ അവിടെ. അങ്ങനെ എഴുതുക, ബാലൻസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പെർസെൻറ്റേജ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ കൂടി, ലെസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, ആഡഡ് എന്ന് പറഞ്ഞാൽ കൂടി, മോർ പറഞ്ഞാൽ കൂടി, പിന്നെ ചേഞ്ച്ഡ് ടു എന്ന് പറഞ്ഞാൽ ആ ചേഞ്ചസ് കൂടിയോ കുറഞ്ഞോ നോക്കുക. അങ്ങനെയുള്ള മീനിങ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. അതിന് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതൊന്നും ഒപ്പം നോക്കുക. അപ്പോൾ ഈ 3 പ്രോബ്ലം വേഗം പഠിക്കുക. റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം, ഗുഡ് വില്ലിൻ്റെ ആവറേജ് പ്രോഫിറ്റ്, ഗുഡ് വില്ലിൻ്റെ സൂപ്പർ പ്രോഫിറ്റ് കേട്ടോ. ഈ 3 പ്രോബ്ലം ആണ് പിന്നീട് നമുക്ക് 20 മാർക്സിലേക്ക് പോകുന്ന പ്രോബ്ലം. 2 പ്രോബ്ലംസ് മിസ് പറഞ്ഞത്. ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.